നിങ്ങൾക്കറിയാമോ, കേരളീയ സമൂഹം ഇന്ന് വലിയൊരു സാംസ്കാരിക പരിവർത്തനത്തിന്റെ മധ്യത്തിലാണ്. വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതിയിലും തുടങ്ങിയ മാറ്റങ്ങൾ ഇപ്പോൾ മലയാളിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കും ലൈംഗികതയിലേക്കും ബന്ധങ്ങളുടെ സങ്കല്പങ്ങളിലേക്കും ആഴത്തിൽ പടർന്നിരിക്കുന്നു. ഒരു കാലത്ത് അതീവ രഹസ്യമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് ജിഗോള, എസ്കോട്ട്, റെന്റ് എ ഫ്രണ്ട് തുടങ്ങിയ പേരുകളിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നിലനിന്നിരുന്ന ഇത്തരം സംസ്കാരങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വേര് പിടിക്കുന്നത് കേവലം ലൈംഗികതയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മാറുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുടെയും മാനസികാവസ്ഥയുടെയും പ്രതിഫലനം കൂടിയാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന ആശയത്തിന് ലഭിക്കുന്ന അമിത പ്രാധാന്യവും ഡിജിറ്റൽ ലോകത്തെ അജ്ഞാതത്വവും ഇതിന് വലിയൊരു പ്രേരക ശക്തിയായി മാറുന്നുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ വന്ന വിള്ളലുകളാണ് ഇത്തരം സേവനങ്ങൾ തേടിപ്പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലിയിൽ പലർക്കും ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാൻ ആരുമില്ലെന്ന അവസ്ഥയുണ്ട്. ഇവിടെയാണ് റെന്റ് എ ഫ്രണ്ട് പോലെയുള്ള സേവനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. സംസാരിക്കാൻ ഒരാൾ, കൂടെ സിനിമയ്ക്ക് വരാൻ ഒരാൾ, അല്ലെങ്കിൽ വെറുതെ ഒന്നിച്ച് നടക്കാൻ ഒരാൾ. ഇതിനെല്ലാം പണം നൽകാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ആഴത്തിലുള്ള ഏകാന്തതയുടെ ലക്ഷണമാണ്. വൈകാരികമായ സുരക്ഷിതത്വം ലഭിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇത്തരം താൽക്കാലിക പരിഹാരങ്ങളിലേക്ക് മാറുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇതിനെ ഒരു പ്രൊഫഷണൽ സേവനമായി കാണുമ്പോൾ കേരളം പോലെയുള്ള ഒരു യാഥാസ്ഥിതിക പശ്ചാത്തലമുള്ള നാട്ടിൽ ഇത് സദാചാരപരമായ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എങ്കിലും യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ബന്ധങ്ങളോടുള്ള പുതുതലമുറയുടെ താല്പര്യം ഇത്തരം വിപണികൾക്ക് കരുത്തേകുകയും ചെയ്യുകയാണ്. ഏറ്റവും ഗൗരവകരമായ സംഗതി, ഇത്തരം സേവനങ്ങൾ തേടുന്നവരിൽ ഭൂരിഭാഗവും വിവാഹിതരാണ് എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിലെ വിരസതയും അതുപോലെ പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിലെ പോരായ്മകളും പലരെയും പുറം ലോകത്തെ പ്രൊഫഷണൽ ബന്ധങ്ങളിലേക്ക് ആകർഷിക്കുന്നു. പലപ്പോഴും വിവാഹ ബന്ധത്തിനകത്ത് ലഭിക്കാത്ത പരിഗണനയോ വൈകാരികമായ പിന്തുണയോ പണം നൽകി വാങ്ങാൻ കഴിയുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പ വഴിയാണ്. ഒരു പ്രണയബന്ധം ഉണ്ടാകുമ്പോഴുള്ള വൈകാരികമായ നൂലാമാലകളോ ഉത്തരവാദിത്തങ്ങളോ ഇത്തരം പെയ്ഡ് സേവനങ്ങളിൽ ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ് പലരും ഇതിനെ ഒരു സേഫ് ഓപ്ഷനായി കാണുന്നത്. ലൈംഗികതയേക്കാൾ ഉപരിയായി തന്നെ ആരും ജഡ്ജ് ചെയ്യില്ല എന്ന ഉറപ്പും പുതിയൊരു അനുഭവം തേടാനുള്ള ആഗ്രഹവും ഇവരെ ഇതിലേക്ക് നയിക്കുന്നു. ദാമ്പത്യം എന്നത് ഒരു ഉടമ്പടിയായി മാത്രം മാറുകയും അതിലെ ഊഷ്മളത നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പലരും ഇത്തരം അപരിചിത വഴികളിലേക്ക് തിരിയുന്നത്. പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ധാർമ്മിക പ്രശ്നത്തെക്കാൾ ഉപരിയായി ഒരു വരുമാന മാർഗം കൂടിയാണ്. ജിഗോളയായോ അല്ലെങ്കിൽ മെയിൽ എസ്കോട്ടായോ പ്രവർത്തിക്കുന്ന യുവതലമുറയിലെ വലിയൊരു വിഭാഗം അതിനെ ഒരു ഗിഗ് ആയിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് വലിയ തുക സമ്പാദിക്കാമെന്നതും ആഡംബര ജീവിതത്തോടുള്ള മോഹവും ഇവരെ ഇത്തരം തൊഴിലുകളിലേക്ക് എത്തിക്കുന്നു. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ആപ്പുകളും ഇത്തരം ഇടപാടുകൾ സുരക്ഷിതമായും രഹസ്യമായും നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പണത്തിന് മുൻഗണന നൽകുന്ന ഇന്നത്തെ ഭൗതികവാദ സംസ്കാരത്തിൽ ശരീരം പണം സമ്പാദിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി മാറുകയാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു വിപണിയായി വളർന്നു കഴിഞ്ഞു. വികസിത രാജ്യങ്ങളിലെ സാമ്പത്തിക അസ്ഥിരതയും തൊഴിലില്ലായ്മയും യുവാക്കളെ ഇത്തരം മേഖലകളിലേക്ക് തള്ളിവിടുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നവർ 40കളിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥ പ്രതിസന്ധികൾ നേരിടുന്നത്. താൽക്കാലിക സന്തോഷങ്ങൾക്കായി പണം ചെലവഴിക്കുന്നവർ പിൽക്കാലത്ത് വലിയൊരു വൈകാരിക ശൂന്യതയിലേക്ക് വീണുപോകാറുണ്ട്. യഥാർത്ഥ ബന്ധങ്ങളുടെ അഭാവം അവരെ വിഷാദത്തിലേക്കും ഒറ്റപ്പെടലിലേക്കും നയിക്കുന്നു. ശാരീരികമായി നോക്കിയാൽ സുരക്ഷിതമല്ലാത്ത ഇത്തരം ബന്ധങ്ങൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ലൈംഗികാരോഗ്യം സംബന്ധിച്ച ബോധവൽക്കരണം കുറവായ നമ്മുടെ നാട്ടിൽ STI പോലെയുള്ള രോഗങ്ങൾ പടരാൻ ഇത് ഇടയാക്കുന്നു. 40കളിൽ എത്തുമ്പോൾ ശാരീരികമായ ആകർഷണീയത കുറയുന്നതോടെ ഇത്തരം സേവനങ്ങൾ നൽകുന്നവർക്കും അത് സ്വീകരിക്കുന്നവർക്കും ഒരുപോലെ മാനസികമായ ആഘാതങ്ങൾ ഉണ്ടായേക്കാം. പണം നൽകിയാൽ മാത്രം ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും ഒരു ഘട്ടത്തിൽ അർത്ഥശൂന്യമാകുമെന്ന് തോന്നൽ അവർ തിരിച്ചറിയുന്നു. ആഗോളതലത്തിൽ തന്നെ നവലിബറൽ നയങ്ങൾ വ്യക്തിവാദത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കുടുംബം എന്ന വ്യവസ്ഥിതിക്ക് ലോകമെമ്പാടും ഇടിവ് സംഭവിക്കുന്നതായി കാണാം. വികസിത രാജ്യങ്ങളിലെ ലോൺലിനെസ് മിനിസ്റ്റർ പോലെയുള്ള സ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകാന്തത ഒരു ആഗോള രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നതാണ്. കേരളത്തിലും പ്രവാസ ജീവിതം മൂലമുള്ള ഒറ്റപ്പെടലുകളും ഉപഭോഗ സംസ്കാരത്തിൻ്റെ അതിപ്രസരവും ഇത്തരം പ്രവണതകളെ വേഗത്തിലാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്ന വെബ് സീരീസുകളും സിനിമകളും ഇത്തരം ജീവിത ശൈലികളെ ഗ്ലാമറൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നത് യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ നമ്മുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുടുംബ ഭദ്രതയെയും എപ്രകാരം ബാധിക്കുമെന്നത് ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒന്നാണ്.
ഇത്തരം മാറ്റങ്ങളെ ഗുണമോ ദോഷമോ എന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കുക പ്രയാസമാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഇതിനെ അനുകൂലിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ ഒരു സമൂഹം എന്ന നിലയിൽ നാം പടുത്തുയർത്തിയ ധാർമ്മിക മൂല്യങ്ങൾക്കും പരസ്പര വിശ്വാസത്തിനും ഇത് വലിയൊരു വെല്ലുവിളിയാണ്. മനുഷ്യബന്ധങ്ങൾ കേവലം കച്ചവടച്ചരക്കുകളായി മാറുമ്പോൾ അവിടെ സ്നേഹത്തിനോ സഹാനുഭൂതികൾക്കോ സ്ഥാനമില്ലാതാകുന്നു. ഇത് ഭാവിയിൽ കൂടുതൽ ഒറ്റപ്പെട്ട, മാനസികമായി തളർന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതികവിദ്യ വളരുമ്പോഴും മനുഷ്യർ തമ്മിലുള്ള ഹൃദയബന്ധങ്ങൾ കുറയുന്നത് ഒരു വലിയ സാമൂഹിക തകർച്ചയുടെ സൂചനയാണ്. പണത്തിന് വാങ്ങാൻ കഴിയാത്ത ചില മൂല്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ നാം ഒരു യന്ത്രമായി മാറുകയാണ് ചെയ്യുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് സ്വയം മാറുന്നത് സ്വാഭാവികമാണെങ്കിലും നമ്മുടെ വേരുകൾ മറന്നുകൊണ്ടുള്ള മാറ്റം അപകടകരമാണ്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും തുറന്ന ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകാനും നമുക്ക് സാധിക്കണം. ഏകാന്തതയെയും മാനസിക സമ്മർദ്ദങ്ങളെയും നേരിടാൻ കൃത്രിമമായ വഴികൾ തേടുന്നതിന് പകരം അർത്ഥവത്തായ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. വിപണി നിശ്ചയിക്കുന്ന ഒരു സംസ്കാരത്തിന് നമ്മുടെ വികാരങ്ങളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന വലിയ സത്യം തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പ്രതിവിധി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.